തന്നെ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തിട്ടുള്ള ബഹറിനിലെ എണ്ണപ്പാടത്തിന്റെ നടുവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. എന്റെ ബാക്കിൽ കണ്ടോ എണ്ണ ഖനനം ചെയ്യുന്ന ഒരു മെഷീൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ലൈഫ് ഓഫ് ട്രീ കണ്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിങ്ങനെ ഒരു മരം കാണാൻ പറ്റിയത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഭാഗ്യമായിട്ട് കണ്ടു. കാരണം 400 വർഷം പഴക്കമുള്ള ഒരു മരമാണല്ലോ. സോ ഹാപ്പി. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഈ മരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെ പേര് ദ ലൈഫ് ഓഫ് ട്രീ അല്ലെങ്കിൽ ട്രീ ഓഫ് ലൈഫ് എന്നാണ്. 400 വർഷം പഴക്കമുള്ളൊരു മരമാണ് കേട്ടോ. ഇത് അറേബ്യൻ ഡെസേർട്ടിൻ്റെ നടുവിൽ ഒരു കുന്നിന് മുകളിലായിട്ടാണ് ഈ ട്രീ നിൽക്കുന്നത്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ധാരാളം കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ മരം 400 വർഷം ഇതേ പച്ചപ്പോട് കൂടി തന്നെ ഈ മരുഭൂമിയിൽ നിലനിൽക്കുകയാണ്. എവിടെ നിന്നാണ് ഈ മരത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കിട്ടണമെന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് സുഹൃത്തുക്കളെ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സമ്മതിക്കാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ ചൂട് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലെ ചൂടൊന്നും അല്ലാത്ത പോലെയാണ്. ഞങ്ങളിവിടെ എത്തിയത് ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ. നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ വരെയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വിൻ്റർ സീസണിൽ വരെയായിരിക്കും നല്ലത്. ഈ സമയമായതുകൊണ്ട് തന്നെ സഞ്ചാരികൾ തീരെ കുറവായിരുന്നു കേട്ടോ. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് മക്കളെ സുന്ദരമായ ഒരു കാഴ്ച എൻ്റെ ക്യാമറയിൽ പതിഞ്ഞത്. 2 പേര് ഫ്രണ്ട്സ് ആണോ ലവേഴ്സ് ആണോ എന്നറിയില്ല. ഒരു സഞ്ചി നിറയെ വെള്ളം ബോട്ടിലുമായി വന്നിട്ട് നമ്മുടെ ഈ ലൈഫ് ഓഫ് ട്രീക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച. മരുഭൂമിയിൽ നിൽക്കുന്ന ഈ മരത്തിന് ദാഹജലം ഒഴിച്ചു കൊടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ. ഇവരെ പോലുള്ളവരാണ് ഈ ഭൂമിയെ ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഒരുപാട് പക്ഷി മൃഗാദികൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുന്ന ഒരു മരമാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ധാരാളം പക്ഷികളുടെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. അക്കേഷ്യ ഇനത്തിൽപ്പെടുന്ന ഈ മരത്തിൻ്റെ ഇലകൾ നാട്ടിലെ പുളിമരത്തിനോട് സാദൃശ്യമുള്ളതുപോലെ എനിക്ക് തോന്നി. ഈ മരത്തിൻ്റെ കായകൾ കോൽപ്പുളി പോലെ നീളത്തിൽ വളഞ്ഞു തന്നെയാണ് കാണപ്പെട്ടത്. വർഷം തോറും 50,000-ലധികം ആൾക്കാരാണ് ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നത്. ഈ മരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ലോകാത്ഭുതങ്ങളിൽ ഇടം നേടാനുള്ള നോമിനേഷനിൽ ഈ മരം പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിൽ എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല. ഏതാണ്ട് 50 മീറ്ററോളം താഴേക്ക് ഈ മരത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത്. എന്തൊരു ശാന്തതയും കുളിർമയാണെന്നറിയോ. മരുഭൂമിയുടെ നടുക്കാണ്, അറേബ്യൻ ഡെസേർട്ടിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ട്രീ നിൽക്കുന്നത്. നല്ല ചൂടുണ്ടെങ്കിലും കൂടി ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ്. 400 വർഷം പഴക്കമുള്ള ഒരു മരത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും ജീവിക്കും ഈ മരം. കാലപ്പഴക്കം കൊണ്ട് ഒടിഞ്ഞു വീഴാറായ കൊമ്പുകൾക്ക് ഊന്നു കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു. എണ്ണപ്പാടങ്ങൾ അതെ, അങ്ങനെയാണ് എടുക്കുക പെട്രോളിയം. ഓ കൊള്ളാലോ മെഷീൻ. അല്ലത് അവിടെ എന്താ കത്തണ ടീച്ചറുണ്ടോ അവിടെ?